CW5 calling. CW5 calling. കടലിൽ നീന്തി വന്ന് പക്ഷിയെ യുവതിയെ ഏൽപ്പിച്ച ശേഷം തിരിച്ചു പോകുന്നു. ഓവർ. ഓൾറൈറ്റ്, വാച്ച് ദ ഗേൾ. ഓവർ. ഹലോ ഹലോ മിസ്റ്റർ മാധവൻ, ആ പോകുന്ന പെണ്ണ് പിന്തുടർന്ന് ബാഗ് പിടിച്ചു മേടിക്കും. യെസ് സർ. ഓവർ. ഹലോ, ഗുഡ് മോർണിംഗ്. ബാഗ് തരൂ. എന്നടാ അടിയേറ്റോ? ആള് ഗോസായോ? സാരമില്ല, ബോധക്ഷയമാണെന്ന് തോന്നുന്നു. വരൂ, ഇൻസ്പെക്ടർ മാധവൻ എന്ത് പറ്റിയെന്ന് നോക്കാം. നോക്കാം. ഏത് വിഷം പ്രയോഗിച്ചിരിക്കുകയാണ്. അതാ കുഞ്ഞിനിവിടെ നിൽക്ക്, ഞാനിപ്പോ വന്നേക്കാം. അയ്യോ, ഞാൻ മാത്രം ഇപ്പൊ വന്നേക്കാം.
വിദേശത്ത് നിന്നും നമുക്ക് കിട്ടിയ വിലയേറിയ ചില രേഖകളാണിതെല്ലാം. 18 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ്, 12 ലക്ഷം രൂപയുടെ കുഴൽപ്പണം, 60 ലക്ഷം രൂപയ്ക്ക് സ്വർണം ഈ നാട്ടിലേക്ക് കടത്തിയ റെക്കോർഡുകൾ. കപ്പൽ നിന്ന് ഒരുത്തൻ നടുക്കടലിലേക്ക് കുതിച്ച് കരയിലേക്ക് നീന്തി. ഈ റെക്കോർഡ്സുകളെല്ലാം നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ പക്ഷിക്കൂടിനകത്ത് വെച്ചാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കണം സാറേ, ഈ മോഭാവം കണ്ട ഇത് വല്ലതും ചെയ്തവരാണെന്ന് തോന്നുന്നു. ഈ ഗൂഢസംഘത്തിന്റെ ചിലവിന് വേണ്ടി അയൽ നാടുകളിലുള്ള ജാക്സന്റെ ആളുകൾ ആരോ ചിലവ് ഈ സിൽവർ ഹെഡിന് വേണ്ടി അയച്ചിട്ടുള്ളതായിരിക്കാം ഈ റെക്കോർഡ്സ്. ഈ സിൽവർ ഹെഡിനെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അവനാണിതിന്റെ മർമ്മം. പലരെയും ഞാൻ സംശയിക്കുന്നുണ്ട്. ഈ സിൽവർ ഹെഡ് എന്ന് പറയുമ്പോൾ മുട്ടത്തലെന്നാണല്ലോ അർത്ഥം. നമ്മുടെ പേർഷ്യൻ മുതലാളി രാജാണ്ണൻ എപ്പോഴും തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത് മുട്ടത്തല ആയതുകൊണ്ടല്ലേ? ഇക്കണക്കിന് നീ എന്നെയും സംശയിക്കുമല്ലോ. ആ, ഈ ഗൂഢസംഘത്തിൽ പ്രവർത്തിക്കുന്ന അനവധി സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇവർക്കൊക്കെ കള്ളക്കടത്താണ് തൊഴിൽ. സംശയം തോന്നുന്നവരെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ ഭദ്രതയെ ബാധിക്കുന്ന പല രഹസ്യങ്ങളും ഇവർ അന്യനാടുകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. നമുക്കും ഒക്കെ തല മുട്ടയടിച്ച് ഈയം പൂശി നടന്നാല് വെള്ളിത്തലേനാന്ന് വിചാരിച്ച് ഈ രഹസ്യമൊക്കെ നമ്മുടെ കൈ കൊണ്ടു തരും. അപ്പോ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. പിന്നീട് കാണാം. ഓഹോ, അപ്പോൾ ഞാൻ കൊടുത്തയച്ച സന്ദേശം നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടി. ആ സഹായത്തിന് സ്വാമിജിയോട് ഞങ്ങൾ നന്ദി പറയാൻ വന്നതാണ്. കുഞ്ഞുങ്ങളെ, നന്ദി ദൈവത്തിനോട് പറയൂ. ഇതെല്ലാം ഈ എളിയവൻ നാടിനു വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങൾ മാത്രം. കല്യാണം ഭവന്തു. സ്വാമിജി, ഇന്ന് ശാന്തിയുടെ ജന്മദിനമാണ്. സ്വാമിജി അനുഗ്രഹിച്ചാൽ അവളുടെ ജീവിതവും ആനന്ദപ്രദമാകും. മകളെ, ജീവിതം സന്യാസം മാത്രമല്ല. നിങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവത്തോട് ചെയ്തു തീർക്കേണ്ട പല കടമകളുമുണ്ട്. ഈ നിൽക്കുന്ന യുവാവ് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ദൈവേഷ്ടപ്രകാരം നാടിനു വേണ്ടി കടമകൾ നിർവഹിക്കുന്നു. സ്വാമിജി, ഞങ്ങൾ വിട ചോദിക്കുന്നു. മംഗളം ഭവതു. ഉണ്ണി, നിത്യാനന്ദ, സ്വാമി, നാം തന്ന പ്രസാദം നീ ആരെയാണ് ഏൽപ്പിച്ചത്? വന്യദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് വീട്ടിൽ ഏൽപ്പിച്ചു. ഓഹോ, വളരെ സന്തോഷം. നിന്റെ ഈ ബുദ്ധിക്ക് ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. സ്വാമി, എന്റെ പൊന്നുറയതേ, എന്നെ കൊല്ലരുത്. സ്വാമിജി പറഞ്ഞതനുസരിച്ച് കൊടുത്തതാണ്. നിന്റെ സ്വാമിജി, നീ കാരണം വൻപിച്ച സ്വത്തുകൾ നഷ്ടപ്പെട്ടു. അയ്യോ, എന്നെ കൊല്ലല്ലേ! അയ്യോ, എന്നെ കൊല്ലല്ലേ! എന്നെ കൊല്ലല്ലേ! എന്റെ പൊന്നുടയതേ, എന്നെ കൊല്ലല്ലേ! അയ്യോ, വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കൊല്ലല്ലേ! എന്നെ കൊല്ലല്ലേ! എന്നെ കൊല്ലല്ലേ! എന്നെ പൊന്നുടയതേ, എന്നെ കൊല്ലല്ലേ! നിന്റെ സ്വാമിജിക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ആ ശവം എടുത്ത് കുഴിയിൽ തള്ളു. കുഞ്ഞിനെ, ഞാൻ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോവുകയാണ്. അണ്ണാ, പോയി വല്ല അക്കടിലും മാറ്റി കളരുത് കേട്ടോ. അണ്ണനെ കണ്ട തല റാഞ്ചായിരിക്കാണ് ആ കഴുകന്മാർ. അതൊന്നും സാരമില്ല. ഞാൻ പേപ്പേഴ്സ് എല്ലാം ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അമ്മ ചോദിച്ചാൽ 2 ദിവസം കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞു. അന്ന് കടൽക്കരയിൽ നിന്നും പിടിച്ചെടുത്ത ചിക്കൻ ഡ്രാഫ്റ്റിംഗ് തരൂ. ഇത്രേ ഉള്ളൂ. എല്ലാം ഇതിനകത്തുണ്ട്. ഞാനിതൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. Thank you.
മാത്രം. ചന്ദ്രൻ സമർത്ഥൻ, വേണ്ടതെല്ലാം അമരയുടെ. ദേവനകത്ത് വരാൻ പറയും. ഈ പരാജയം എല്ലാവർക്കും അപമാനം. ഇത്രയും ആളുകൾ ശ്രമിച്ചിട്ടും സാധാരണ ഒരു ഓഫീസറെ പരാജയപ്പെടുത്താൻ കഴിയില്ല. Yes, disclose. ശത്രുവിനെ വശീകരിച്ച് നമുക്ക് നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു വാങ്ങേണ്ടത് നിന്റെ ജോലി. യെസ് ബോസ്. A1, നിന്റെ വിജയത്തിലാണ് നമ്മുടെ ഭാവി. യെസ് ബോസ്. നീ നേരിടാൻ പോകുന്നത് സമർത്ഥനായ ഒരു യുവാവ്, ജയചന്ദ്രൻ. ഓർമ്മയിരിക്കണം. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു ബോസ്.